ഹായ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇപ്പോൾ 3-4 ദിവസമായി കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 10-11 ഡാർട്ട് നമ്മൾ ഹാൻഡ് ഡാർട്ട്, ഡീപ്പ് ഡാർട്ട് ഹാൻഡ് നല്ല അടിപൊളി ഡാർട്ട് നമ്മൾ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ റിട്ടൈൽ ലോക്കൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കുറേ പേരുടെ അടുത്ത് ചോദിച്ചായിരുന്നു നമ്മൾ ഈ ഡാർട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടെ പണിഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും സെയിൽ ചെയ്യാമെന്നായിരുന്നു ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ റിട്ടൈൽ ലോക്കൊന്നും വെച്ചിട്ടില്ല. റിട്ടൈൽ ലോക്കൊക്കെ വെച്ചിട്ട് ഞാൻ പറയാം. നമ്മൾ സെയിൽ തുടങ്ങുമ്പോഴേ നമ്മൾ ഇത് പറയാത്. ഞാനത് കൊണ്ടൊന്ന് എല്ലാവർക്കും പണിഞ്ഞെടുത്തിട്ട് പോരല്ല, നമ്മളൊന്ന് നോക്കണ്ടേ. ഞാൻ അത് കൊണ്ടുവന്ന് ട്രയൽ നോക്കി കേട്ടോ. അല്ല അടിപൊളി സാധനം, അല്ല അടിപൊളി 50, ഒരു കുഴപ്പമില്ല. അടിയെന്ന് പറഞ്ഞാൽ ചെമ്പല്ലിക്കുന്ന മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ അല്ല പുതിയ ഡാർട്ടൊക്കെ പറഞ്ഞാൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് പണിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടി കൊണ്ട് കഴിഞ്ഞാൽ ഉള്ളിറങ്ങി പോകത്തില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അടിച്ചിറങ്ങി നല്ല രീതിയിൽ ചെല്ലുകയും ചെയ്യും. ചെമ്പല്ലിക്ക് നല്ല അടിപൊളി ഒരു ചെമ്പല്ലി അടിച്ചങ്ങ് അപ്പുറത്തിറങ്ങി, പകുതി അങ്ങ് അപ്പുറത്തിറങ്ങി. അപ്പോൾ നല്ല അടിപൊളി ഡാർട്ടാണ്. അപ്പോൾ ഡബിൾ റബ്ബർ ഇട്ടായിരുന്നു ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കതിന് റിട്ടൈൽ ലോക്ക് വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ പോയതാട്ടോ. എന്തായാലും പരീക്ഷണമൊക്കെ അടിപൊളിയായിട്ട് വിജയിച്ച്. എന്നിട്ട് ഞാൻ ഇതിനിപ്പം നമ്മൾ കുറേയും കൂടെ ചെയ്യാറുണ്ട്. കുറേയും കൂടെ നമ്മൾ പണിഞ്ഞ് വെച്ചിട്ട് ഞാൻ അറിയിക്കാം. ഞാൻ ഇത് സെയിൽ തുടങ്ങുമ്പോൾ ഞാൻ അറിയിക്കാം, എല്ലാവരെയും അറിയിക്കാം കേട്ടോ. അപ്പോൾ അന്നേരം അതിൻ്റെ വിലയും കാര്യങ്ങളും നമ്മൾ അന്നേരം പറയാം. അപ്പോൾ അതിന് റിട്ടൈൽ ലോക്കൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ വെക്കണം. അതുകൊണ്ട് കണ്ണ് എന്തോ തട്ടി അങ്ങ് ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളുമൊക്കെ. രാവിലെ ജോലി ഉണ്ടായിരുന്നു, ജോലി കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പം കണ്ണിലെന്തോ തട്ടി, കണ്ണൊക്കെ ഒരു പരുവായിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇന്നലെ മീൻ ഫിഷിങ്ങിന് പോയാൽ അതിൻ്റെ വീഡിയോ നമ്മൾ ഇടാൻ പറ്റിയില്ല. കണ്ണ് വയ്യായിരുന്നു, കണ്ണ് തട്ടി നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസമായി കണ്ണിങ്ങനെ ആയിട്ട്. അപ്പോൾ ഇതും വെച്ചോണ്ട് രാവിലെ ജോലിക്ക് പോയപ്പം നല്ല പൊടിയെല്ലാം കൂടെ അടിച്ച് വീണ്ടും കയറി ഞാൻ ചുമന്ന്. അപ്പോൾ നമുക്ക് ഡാർട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഡാർട്ടൊക്കെ കണ്ട് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഡാർട്ടൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഡാർട്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി സെറ്റപ്പ് ഡാർട്ടാണ്. ഉണ്ടോ, മോഡലിനൊക്കെ ചെറിയൊരു വ്യത്യാസം വരുത്തി അടിപൊളിയായിട്ടോ. നല്ല സെറ്റപ്പ് റിസൾട്ട്, നല്ല റിസൾട്ടുള്ള സാധനം. കാരണം അടിച്ചാൽ നല്ല അടിപൊളിയായിട്ട് അടിച്ചിറങ്ങി പോകുന്നത് ഉണ്ടോ. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഇതിന് ഒരു റിട്ടേൺ ലോക്ക് വയ്ക്കണം. കരിമീനെയൊന്നും അടിക്കാനും ഇതിനൊന്നും അടിക്കാൻ റിട്ടേൺ ലോക്ക് വേണമെന്നില്ല. പക്ഷെ എന്നാലും വാഹ, അങ്ങനെ ചെറുമീൻ, വാഹ, വരാൽ, കരിമീൻ, തിലോപ്പിയൊക്കെ ഈ ഒറ്റ ഡാർട്ട് മതി അടിക്കാൻ കേട്ടോ. അപ്പം എല്ലാം അടിപൊളി ഡാർട്ടാണ് കേട്ടോ. നമ്മളിനി എല്ലാം സെയിം മോഡലാണ് നമ്മൾ പണിഞ്ഞിരിക്കുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വെയിറ്റ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റൊന്നും നോക്കിയിട്ടില്ല. വെയിറ്റ് നോക്കാനുള്ള സാധനമൊന്നുമില്ല. നമ്മൾ പെട്ടെന്നല്ലേ പണിഞ്ഞ് റെഡിയാക്കി വരിക. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിട്ടേൺ ലോക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കാറുണ്ട്. കുറച്ചും കൂടെ പണിയുണ്ട്. ഇപ്പോൾ ഇത്രേ പണിഞ്ഞിട്ടുള്ളൂ. 2, 4, 6, 8 എണ്ണേ ഉള്ളു. 11 ഉണ്ടായിരുന്നല്ലേ. ഒരെണ്ണം പോയി. ഒരെണ്ണം ഇനി അവിടെ എങ്ങാണ്ട് നമ്മുടെ പണിപ്പുരയിലെങ്ങാണ്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെയിൽ തുടങ്ങുമ്പോൾ ഞാൻ പറയാം, എല്ലാവരും ഞാൻ അറിയിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുവന്ന് ഫിഷിങ് ചെയ്ത വീഡിയോയിലോട്ടൊന്ന് പോവാം. അപ്പോൾ എല്ലാവരും വീഡിയോയിലോട്ടൊന്ന് പോയിട്ടു. നോക്കട്ടെ, ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ. ഒരെണ്ണം നിൽക്കുന്നത് ചെറുതാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ 3 വിരലിൻ്റെ വീതി വലുത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പുതിയ ഡാർട്ടിൽ വേണ്ട അടിച്ചതിൻ്റെ വായിൽ കൂടെ ഇറങ്ങി.
അല്ല തിരിഞ്ഞു പോയത്, അതാ അടി പറ്റിയത്. മിക്സിലായിപ്പോയി. ഒരെണ്ണം കൂടെ വന്ന കക്ഷി അങ്ങ് പോയി. പുതിയൊരു സൈറ്റ് കാണിച്ചു തന്നെ. പുള്ളിക്കാരൻ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വള്ളമായിരുന്നു അപ്പുറത്ത് കിടന്ന്. വള്ളമല്ല, ഒരു ബോട്ട്. അപ്പം ആ ഭാഗത്ത് നിന്ന് ഞാൻ പിന്നെ വേറെ ഭാഗത്തോട്ട് വന്ന് അവിടെ നിന്ന് അടുത്ത ഒരു കരിമീനെ നമ്മൾ കിട്ടി. ഇത് കല്ലട കല്ലട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ചില്ലറ, കല്ലട, അങ്ങനെ പല സൈറ്റുകളുണ്ട്. ഈ ആറ് വന്ന് കയറുന്നത് നമ്മുടെ ഈ ഭാഗത്താണ്. മൺറോത്തുരുത്തുന്ന ആ ഭാഗം പറയുന്ന പേര് കേട്ടോ, സ്ഥലപ്പേര്. അപ്പോൾ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ പോകുന്നത്. കാരണം പോയി കഴിഞ്ഞാലും പെട്ടെന്ന് നമ്മൾ ഫിഷിംഗ് ഒന്നും ചെയ്ത് തീരത്തില്ല. കാരണം പല സൈറ്റുകളാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പം ഒരേ ആൾക്കാരെ നമ്മളെ കൊണ്ടുപോകുന്നതാണ് പുതിയ സൈറ്റിലോട്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്ഥലങ്ങളൊക്കെ ചോദിക്കാൻ നമ്മൾ വിട്ടുപോകും. കാരണം പിന്നെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ കാട്ടിനകത്തൂടെയൊക്കെ കയറി പോകുന്നുണ്ട്. സ്ഥലങ്ങളൊക്കെ ഏതാ എന്തുവെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് മിക്കുള്ള വീഡിയോയിലും സ്ഥലം പറയാനും പിന്നെ സ്ഥലം പറഞ്ഞ് കൊടുക്കരുതെന്നൊരു കക്ഷി എൻ്റെ അടുത്ത് പറഞ്ഞ്. ഞാൻ അത് അവിടെ ഇച്ചിരി ദൂരമുള്ള അത് പിന്നെ പോട്ടെന്ന് വിചാരിച്ച്. അത് ആരാണ്ട് വന്ന് അവിടെ മീൻ പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മിക്കുള്ളതിനകത്തൊക്കെ സ്ഥലം പറയാൻ നിൽക്കാതെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാവുന്ന ഏരിയ ഉണ്ട്, അറിയാത്ത ഏരിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ടൊന്ന് മീൻ പിടിക്കാം. ഇതിപ്പോൾ ഒരു പുള്ളിക്കാരൻ നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചതാണ്. ഈ മീൻ അന്ന് എനിക്കിട്ടൊരു പണി തന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡെല്ലാം കൂടെ കയറി ചുറ്റി കെട്ട് വീണ്. പിന്നെ ആ ബ്രൈഡ് ഒരു കല്ലിട്ട് ഉരച്ച് പൊട്ടിച്ച്, ഗ്ലൗസ് പോലും ഞാൻ ഇട്ടിട്ടില്ല, ഗ്ലൗസ് അങ്ങ് ഊരി മാറ്റി. എന്നിട്ടാണ് എൻ്റെ കൈ കൊണ്ടാണ് എടുത്ത് ആ കവറിനകത്ത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അവിടെ മൊത്തത്തിൽ നോക്കി. വാഹയൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നോക്കിയത്. പെട്ടെന്ന് ഞാൻ നോക്കിയതെല്ലാം അടിപൊളി ഒരു കരിമീനാണ്. നല്ല ഒരെണ്ണം പറ്റിച്ച്, നല്ല ഡീപ്പ് ഡാർട്ടല്ലേ, അതുപോലും അറിഞ്ഞില്ല. ഓടാൻ പോലും പറ്റിയില്ല. ഒറ്റ അടിക്കോട് പുള്ളിക്കാരൻ നോക്കണം. നമ്മളാ അടിക്കുന്നതൊന്ന് കണ്ടുപോകാൻ. ഓടാൻ പറ്റിയില്ല പുള്ളിക്കാരനാട്ടോ. സൗണ്ട് കേട്ട് വന്നതാ. നമ്മുടെ പുതിയ മോഡൽ ഹാൻഡ് മെയ്ഡാ കേട്ടോ. പുതിയ മോഡൽ കണ്ടോ. ബാഗിൽ സെറ്റ് ചെയ്യാം. ഞാണ്ട് ഈ വീഡിയോ ഈ അടിയൊന്ന് കണ്ടു നോക്കണം. നല്ല സൂപ്പർ ഷോട്ടാണ് കേട്ടോ. കാരണം അത് അടുത്ത് വന്നിരുന്ന കുത്തനെയുള്ള അടിയായിരുന്നു. ആ അടിയോട് ഡാർട്ട് കയറിപ്പോയെന്ന് നോക്കിക്കോണേ. മിക്കവാറും നമ്മൾ പണിയുന്ന ഡാർട്ടെല്ലാം നല്ല സെറ്റപ്പ് ഡാർട്ടായിരിക്കും കേട്ടോ. അടിയെന്ന് പറഞ്ഞാൽ നല്ല ഒന്നൊന്നര അടിയായിരിക്കും കേട്ടോ. അടിച്ചാണ്ട് അതിൻ്റെ മുത്തൂൻ്റെ മേളിൽ കൂടെ ഇറങ്ങി. ഫുള്ളിറങ്ങിയില്ല, പകുതി ഇറങ്ങിയിരിക്കുന്നത് കണ്ടോ. സംഭവം കണ്ടോ. നമ്മൾ ഇപ്പോൾ കയ്യിലെടുത്ത് കാണിക്കാം കേട്ടോ. കണ്ടോ ഡീപ്പ് ഡാർട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് സൈസുള്ളൊരു കരിമീൻ കിട്ടുന്നത്. അതും നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഡീപ്പാണ് കേട്ടോ. ഡീപ്പ് വെച്ച് അടിക്കുന്നത്. ആ അടിയൊന്ന് കണ്ടു നോക്കുക. സെറ്റപ്പ് ഒരു അടിയാണ്. അടിപൊളി ഒരു മുഴുത്തൊരു കരിമീൻ. അടിച്ചിറങ്ങിപ്പോകുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാതെ. എൻ്റെ കൂടെ അവിടെ നിന്നൊരു കൊച്ചൊരു പയ്യൻ കൂടും. ഞങ്ങൾ തമ്മിൽ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരനെ നമ്മൾ പിന്നോട് കാണാം. ഒരു സൈറ്റൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്ന അയാളാ. നേരത്തെ നമ്മളിവിടെ നോക്കിയപ്പോൾ മൊത്തം വെള്ളം കയറി കലയും കിടന്നേ. ഇപ്പം അടിപൊളിയായിട്ട് തെളിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നത്. ഇതിനെല്ലാം കവറിലിടും.
അവിടെ നില്ല അവിടെ നില്ലടാ അവിടെ നില്ലടാ അവിടെ നില്ലടാ നീ അവിടെ നില്ലടാ അവിടെ ഒരെണ്ണം നിൽക്കുന്നടാ. പോയി പോയടാ പോയി. ഓക്കെ ഓക്കെ ഓക്കെ. കാട്ടിനകത്തുനിന്ന് അടിച്ചെടുത്ത്, കാട്ടിനകത്തുനിന്ന് അടിച്ചെടുത്ത്. കാട്ടിനകത്തുനിന്നേ അടിച്ചെടുത്ത്. നോക്കിക്കോണം, ഇനി ഉണ്ടോ എന്ന് നോക്കട്ടെ. ചിലപ്പോൾ സൗണ്ട് കേട്ട് വരും കേട്ടോ. അവന് വലുത് വേണം മോനെ, വലുതില്ലടാ വലുത്. ഓ കൊണ്ടില്ല, വലുത് അടിയിൽ പോയി. വലുതേ ചെറഞ്ഞിരിക്കുമോ അത്, കൊള്ളൂ. ആ കൊണ്ട് 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 മോനെ കൊണ്ടടി. ഒരു അടി അടി പോയാലും ഞാൻ കൊണ്ടുവന്ന് പൊരിച്ച് തിന്നു. നിനക്ക് പൊരിച്ച് തിന്നണോ? പോവന്നു. കരിമീനെ അടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഡാർട്ട് അതിനകത്തോട്ട് വെള്ളത്തിലോട്ട് ഇട്ടത്. അപ്പോൾ ആ വെള്ളത്തോട്ടിൽ ഇട്ട ഭാഗത്തുനിന്ന് ഒരെണ്ണം ഓടിപ്പോയി. എന്തായാലും ആ ഡാർട്ട് വലിച്ചെടുത്തപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്ന് നമ്മൾ അതിനെ തന്നെ ഞാൻ അടിക്കുക. ഓക്കെ 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 ഓക്കെ. കുറേ ആട്ടുംകുട്ടികൾ പുറകെ കിടപ്പുണ്ട്. ഭയങ്കര ബഹളം കേട്ടോ, നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടുന്ന് അങ്ങ് പോയി. ഭയങ്കര സൗണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് നമ്മളെ ഈ ഭാഗത്ത് ഈ ലാസ്റ്റ് കരിമീൻ ആ ഭാഗത്തുനിന്ന് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്ത ആറ്റിലോട്ട് പോവുക. ഇത് ആറ്റിൽ നിന്ന് കയറി വരുന്ന ഭാഗമോ തെങ്ങമ്പണയൊക്കെ നമ്മൾ ആറ്റിലോട്ട് പോവുക. മിക്കവാറും ഇനി ഒരു പ്രാവശ്യം കൂടെ വരുമ്പോൾ ഇതിനകത്തുനിന്ന് വല്ല അടിപൊളി നല്ല ഏറ്റ കണമ്പൊക്കെ കിടപ്പുണ്ടെന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത് കേട്ടോ. കണമ്പ് നല്ല അടിപൊളി വാഹ കിടപ്പുണ്ട്. നമ്മുടെ ഡീപ്പ് ഡാർട്ട് തെളിയിക്കാൻ വേണ്ടിയുള്ളൊരു അവസരം വരിക. വന്ന കൂടെ നിന്ന് അടിപൊളി 2 ചെമ്പല്ലിയെ പോയിട്ടോ. ഇച്ചിരി നേരം നാം അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് ഒരെണ്ണം കയറി വന്ന് ഇച്ചിരി നേരം ഞാൻ എയിമിങ് പിടിച്ചുകൊണ്ട് നിന്ന് ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ 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 ഓക്കെ. അടിപൊളി. അതിൻ്റെ നട്ടലിൻ്റെ ഭാഗത്ത് അടി കൊണ്ടുപോയിട്ട് നമുക്ക് കിട്ടിയാനെ, ഇല്ലെങ്കിൽ ആ പാറക്കല്ല് ഉരഞ്ഞു പൊട്ടിയാനെ. നമ്മൾ അടിപൊളി ഒരു ചെമ്പല്ലി അടിച്ചു കേട്ടോ. മുഴുത്ത വരണം കേട്ടോ. ആ മീനിൻ്റെ ഓപ്പണർ ബാഗിനകത്തിരിക്കുക. നമ്മൾ അത് എടുത്തിട്ട് അതിനെ ഒന്ന് എടുത്തൊന്ന് കയ്യിലൊന്ന് വെച്ച് കാണിക്കാം. ഇതിൻ്റെയൊക്കെ കയ്യിൽ നിന്നൊരു കുത്തോ ഒരു കടിയോ കിട്ടിക്കഴിഞ്ഞാൽ പൂച്ചയുടെ പല്ലിന് കണക്കാണ് ഇതിൻ്റെ പല്ല്. അറിയാവുന്നവർക്ക് മിക്കുള്ളവർക്ക് അറിയാം അതിനെ. ചിലവർക്കൊക്കെ കടിയും കിട്ടി കാണും. പിന്നെ നമ്മുടെ പുതിയ ഡാർട്ടിലെ ലാസ്റ്റ് ഷൂട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡാർട്ട് എങ്ങനെ ഉണ്ടോയെന്ന് എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. അടിപൊളി വരണം, അടിപൊളി വരണം കേട്ടോ. എന്നാൽ പിന്നെ പിടിച്ച മീനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയിൽ സംസാരിക്കാനും നിൽക്കാനൊക്കെ ഒരു രസമുള്ളൂ. പക്ഷെ ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഒരു മൗനത പോലെയാണ്.
അപ്പോൾ ഇന്നത്തെ മീനെയൊക്കെ കണ്ടല്ലേ, അടിപൊളിയല്ലേ, സെറ്റപ്പ് ഷൂട്ടായിരുന്നു. 2-3 ഷൂട്ടൊക്കെ നമ്മൾ മിസ്സായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അടിപൊളി ഡാറ്റ, നല്ല സെറ്റപ്പായിട്ട ഡീപ്പിൽ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഈ താഴെ കാണുന്ന മീനെ നമുക്ക് ഷൂട്ട് കിട്ടിയില്ല, മിസ്സായിപ്പോയി. ഇതിൻ്റെ സെയിലിൻ്റെ ഡാർട്ടിൻ്റെ സെയിൽ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. കാരണം ഞാനത് പറയാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിന് വേണ്ടി നമ്മൾ എല്ലാം പണിഞ്ഞ് വെച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റിട്ടേൽ ലോക്കൊക്കെ വെച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കറക്റ്റായിട്ട് നല്ല വീഡിയോ ഒക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.